സുഖാണോ? അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ കേക്കാണ് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത്. ബനാന കേക്കാണ്. അപ്പൊ നമ്മൾ കേക്ക് എന്ന് പറയുമ്പോഴേക്ക് എല്ലാവർക്കും അറിയാം ഓവൻ വേണം. ഓവൻ ഇല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുക്കർ എടുക്കണം, അതിന് മണ്ണ് നിരത്തിടണം, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഒന്നും വേണ്ട, ഒരു ഫ്രൈ പാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് സൂപ്പർ ആയിട്ട് മേക്ക് ചെയ്യാൻ പറ്റും. ഫ്രൈ പാനും 2 ബനാനയും അതുപോലെ തന്നെ 2 മുട്ടയും എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു 1/2-3 മണിക്കൂറിനുള്ളിൽ നമുക്ക് ബനാന കേക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഫ്രൈ പാൻ മാത്രം മതി. നമുക്ക് ഓയിൽ പേപ്പറോ ബട്ടർ പേപ്പറിന്റെ ആവശ്യമില്ല. അപ്പൊ അത് എന്താണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടോണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഞാനൊരു ചോപ്പറാണ് ആദ്യം എടുത്തിരിക്കുന്നത്. ചോപ്പർ ഇല്ലാത്തവർക്ക് നമുക്കൊരു ബൗൾ എടുത്തിട്ട് തനിയെ എന്താ സ്പൂൺ ഉപയോഗിച്ചോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ എളുപ്പത്തിനായിട്ട് ഒരു ചോപ്പർ എടുത്തിട്ടുണ്ട്. ചോപ്പറിനകത്തോടെ ഞാൻ ഫസ്റ്റ് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവുകയാണ്. ഓക്കെ, 2 മുട്ടയോ മുട്ട കൂടുന്ന ഒരു മുട്ടയായാലും കുഴപ്പമില്ല. അപ്പൊ അത്രയും സോഫ്റ്റ്നെസ് വരുമെന്നേ ഉള്ളൂ. ഓക്കെ, 2 മുട്ട നമ്മുടെ പൊട്ടിച്ചൊഴിച്ചു, റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മധുരത്തിനായിട്ട് ഒരു മൂന്നാല് നമ്മുടെ മധുരം അനുസരിച്ച്, ഒരുപാട് മധുരമൊക്കെ വേണ്ടാത്തൊരു കാണുമല്ലോ, അപ്പം അതനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതിയാകും. ഞാനിപ്പോ ഒരു 4 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു ഫ്ലേവറിനായിട്ട് വാനില എസൻസ്, ഒരുപാടൊന്നുമില്ല, കുറച്ച് ഒരു 5-6 ഡ്രോപ്പ് വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. വാനില എസൻസ് ഇല്ലാത്തവർക്ക് പ്രശ്നമൊന്നുമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഏലക്ക ആഡ് ചെയ്യാം കേട്ടോ. ഏലക്കയുടെ ആ സീഡ് നമുക്ക് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു ഫ്ലേവറിന് നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പില്ലാത്ത കളിയില്ല അല്ലേ. സോ അതുകൊണ്ട് നമ്മുടെ കേക്കിന് ഒരുപാട് വേണ്ട കേട്ടോ. ഒരു പഞ്ചസാരയും കൂടി ഉണ്ടായത് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാല്, കുറച്ച് പാലും കൂടി ഞാൻ ആഡ് ചെയ്ത് ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാറ്ററി ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. ഞാനൊരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി അത് നമുക്ക് അരിച്ചിടണം. അരിച്ച് വേണം ഇതിനകത്ത് ഇടാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒരു 2-3 സ്പൂണ് നമുക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ, ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അരിച്ചോളൂ കേട്ടോ. നമ്മുടെ മൈദ ബേക്കിംഗ് പൗഡർ ചേർത്ത് അരിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. പയ്യെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് അരവില്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ പെയ്യെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അത് സൈഡ് ചേർത്ത് വേണം മിക്സ് ചെയ്യാൻ. കുറേച്ച് ഇങ്ങനെ എടുത്ത് പെയ്യെ സൈഡ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ പെയ്യെ, ഒരുപാട് ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട, സാവധാനം ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഒരുപാട് ഇതിങ്ങനെ ശക്തിക്ക് ഇങ്ങനെ ഇട്ട് ആക്കി കഴിഞ്ഞുള്ള വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ കേക്കിന്റെ സോഫ്റ്റ്നെസ് കുറയാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പയ്യായിട്ട് ക്ഷമയോടുകൂടി ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. അത് നിങ്ങൾ ഈ കൺസിസ്റ്റൻസി നോക്കിയത് ഒരുപാട് നമുക്ക് ലൂസും അല്ല, എന്നാൽ ഒരുപാട് കട്ടിയുമല്ല. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. അപ്പം അഥവാ ഇത്തിരി കട്ടി കൂടി പോയി കഴിഞ്ഞാൽ കുറച്ച് പാല് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ വേണ്ടിയിട്ട്. ഒരുപാട് ലൂസ് ആവണ്ട. ഈ പരുവം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഇത് ഇങ്ങനെ ഒരു പരുവാണ്. അപ്പൊ ഞാൻ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഇപ്പൊ ബനാന കേക്ക് എന്നല്ലേ പറഞ്ഞത്, ബനാന എന്തിയാണ്? അതാണ് ടെസ്റ്റ്. നമ്മൾ ബനാന കാണിക്കുന്നതാണ്, ബനാന ഇത് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് സ്കിപ്പ് ചെയ്യലേട്ടോ, വന്നോളൂ. ഓൾറെഡി പറഞ്ഞിരുന്നു, നമുക്കൊരു ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ സിമ്പിൾ, ഫ്രൈ പാനിനകത്ത് വീട് കാണത്തില്ല, ഫ്രൈ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഏത് കേക്ക് വേണമെങ്കിലും മേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നെയ്യാണ്. നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ നന്നായിട്ട് ഇതിന്റെ ആ വോളിലും സർഫസിലും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പറ്റുന്ന രീതിയിൽ മാക്സിമം ഒന്ന് നെയ്യ് പരട്ടിക്കൂടെ കേട്ടോ.
ഇതുപോലെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം കൂടി ആഡ് ചെയ്യും. അതെന്താണെന്ന് ഞാൻ പറയാം. കാരണം നമ്മുടെ വീട്ടിൽ എപ്പോഴും ബട്ടർ പേപ്പറോ ഓയിൽ പേപ്പറോ ഒന്നും കാണത്തില്ല. സോ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു ടെക്നിക്ക് പ്രയോജനപ്പെടും. അപ്പൊ ഞാൻ പഞ്ചസാര എടുത്തിരിക്കുന്നത്. പഞ്ചസാര ഇതുപോലെ ഇതിന്റെ ബോട്ടത്തിൽ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഇതൊന്ന് ഇളകി വരും കേട്ടോ. കാരണം ഇതിന്റെ ആ ഒരു ബോട്ടർ ഭാഗം നന്നായിട്ട് കവർ ചെയ്യുന്ന രീതി വേണം ഇട്ട് കൊടുക്കാൻ. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ എന്തൊരു കേക്കാണ്, ബനാന കേക്കാണ്. സോ അതെ, ബനാന ഞാൻ ഓൾറെഡി ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ ഏത്തൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ തൊലി കറുത്ത് കഴിഞ്ഞാൽ ആരും ഉപയോഗിക്കാറില്ല, എടുത്ത് കളയാറാണ് പതിവ്. അപ്പൊ അങ്ങനെ വരുന്ന ബനാനയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി എമ്മി ആയിട്ടുള്ള ബനാന കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് അതിന്റെ ബോട്ടർ ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇതിന് മുകളിലാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ ബാറ്റർ ഇട്ട് കൊടുക്കുന്നത്, ഒഴിച്ചു കൊടുക്കുന്നത്. ബനാന ഇതുപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി കൊണ്ട് നമ്മുടെ ഈ ബാറ്റർ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പെയ്യ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലെയിം എന്ന് പറയുന്നത് ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് പെയ്യെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ പരുവ നിങ്ങൾ നോക്കി വെച്ചോട്ടോ. ഇത് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോളൂ. കറക്റ്റ് ആയിരുന്നു. ഇതുപോലെ ജസ്റ്റ് ഇതേപോലെ നിരത്തി ഒന്ന് കൊടുക്കുക. ഇനി ഈ ലോ ഫ്ലെയിം, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റോളം നമ്മൾ വെക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് പൊക്കി നോക്കിക്കോളൂ കേട്ടോ, പരുവായോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഞാൻ അടയ്ക്കാണ്. ലോ ഫ്ലെയിമിൽ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് നോക്കാം ഇതെന്തോന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്തൊന്ന് കുത്തി നോക്കാം കേട്ടോ. ഇങ്ങനെ കുത്തുമ്പോൾ ഇതിനകത്ത് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. ഇതിലൊന്നും സ്പൂണിലൊന്നും പറ്റിയിട്ടില്ല. സോ ഇത് വെന്തിട്ടുണ്ട്. അത് മാത്രമല്ല വേറൊരു ടിപ്പ് കൂടി ഉണ്ട്. കറിയുടെ കോർണേഴ്സിൽ കണ്ടത് ഇങ്ങോട്ട് നോക്കിയ ഒരു ബ്രൗൺ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒരു രക്ഷയില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സോഫ്റ്റ് ഉണ്ടോ ഇല്ലയോ നമുക്കിപ്പം അറിയാം. ഞാൻ വെറുതെ പറയുമല്ല, ഭയങ്കര എമ്മിയാണ്. ഇത് കണ്ടോ, നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആണ്. ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം കണ്ടോ. നല്ല അത്യാവശ്യം ചെറിയൊരു ചൂടുണ്ട് കേട്ടോ, അതാണ് ഞാൻ ഇത് കണ്ടോ. നല്ല ചൂടുണ്ട് കണ്ടോ. ഭയങ്കര സ്വീറ്റ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. നമുക്ക് ഇതേപോലെ പഞ്ഞി പോലെ എടുക്കാം. ഇതിൽ കേക്ക് തിന്നുകൊണ്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ട്രിക്സ് പരമായിട്ടുള്ള നമ്മുടെ റെസിപ്പികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പം നാളെ നമുക്ക് പുതിയ ഐഡിയ ആയിട്ട് കാണാൻ പറ്റുന്നത്.